ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കിയാലോ. നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡിയാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 600 ഗ്രാം ചിക്കൻ. നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഹാഫ് അവറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ, അതായത് കുരുമുളക് ചതച്ചെടുത്തതാണ്. അത് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ചതച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കുകയുള്ളൂ. ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പകുതി മതി, ഫുള്ള് വേണ്ട, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിച്ച് നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ അങ്ങ് റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഏതാണ്ട് 1/2 മണിക്കൂറാവും. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതുമൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്കിത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പയ്യെ ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് എണ്ണയിലൊന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ഒത്തിരി അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആക്കുകയൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇനി നമ്മൾ സവാള ചേർത്തിട്ട് അതിൻ്റെ കൂടെ കിടന്ന് ഇതും അങ്ങ് വഴന്നു വന്നോളും. അപ്പോൾ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്ന സവാള എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സവാളയായിരുന്നു. അത് ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള വരെയും ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴറ്റുമ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ട്രാൻസ്പെറൻ്റ് ആയാൽ പോരാ, നല്ല ബ്രൗൺ ഷെയ്ഡിലാക്കി വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 1/2 ടീസ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ അല്ല, പെപ്പർ ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. ചതച്ച കുരുമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് പെപ്പർ ചിക്കൻ ആയത് കാരണം പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിലേക്ക് വരേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും.
വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റേജിൽ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ കിടന്ന് ചിക്കൻ നന്നായിട്ടങ്ങ് വെന്ത് പാലൊക്കെ അങ്ങ് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കിട്ടുന്ന ചിക്കൻ പല വേവായിരിക്കും. ഇവിടെ കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റും കൊണ്ടൊക്കെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പോളം ഒന്നാം പാലുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നാം പാലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു തിള വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട, അന്നേരം ആ പാലിൻ്റെ ടേസ്റ്റ് അങ്ങ് വേറൊരു ടേസ്റ്റായി പോവും. അപ്പോൾ ജസ്റ്റ് ആ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കൂടെ ജസ്റ്റ് താളിച്ചും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ താളിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇട്ടേക്കുന്നതായതാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ താളിച്ച് ചേർക്കുമ്പോൾ. ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ചോറിൻ്റെ കൂടെയും പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് നമുക്കിത് റെഡിയാക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്